ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്പിനാച്ച് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കൂടാതെ ക്വിക്ക് ആൻഡ് ഈസിയാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് 2 മുട്ട, 1 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ച് പാലക്ക് ലീവ്സ്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. സവാളയും പച്ചമുളകും നന്നായിട്ട് കഴുകിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പാലക്ക് ലീവ്സ് അതിൻ്റെ തണ്ടൊന്നും എടുക്കാതെ ഇലയുടെ ഭാഗം മാത്രമായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് അതും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്കും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണേലും ചേർക്കാം. ഇപ്പോൾ ബട്ടറെല്ലാം നന്നായിട്ട് ഉരുകി സ്പ്രെഡായിട്ടുണ്ട്. ഇനി പാനിലേക്ക് മുട്ട സ്പിനാച്ച് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. പാലക്കും മുട്ടയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡ് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സ്പിനാച്ച് ഓംലെറ്റ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒരു ഹോൾ മീലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.